അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ മന്തീൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഏത് തുടക്കക്കാർക്ക് വേണമെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അരമണിക്കൂർ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടു. പോരാത്തതിന് ഒരു ഒറ്റ മസാല മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. കൃത്യമായിട്ടുള്ള അളവും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ഒരു പാൻ എടുത്തിട്ട് 1.5 ടീസ്പൂൺ മല്ലി ഇട്ട് കൊടുക്കുക. ഒരു 3 കായ് സാദാ ചുവന്ന മുളക് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് തന്നെ 1 ടീസ്പൂൺ സാദാ ജീരകം, ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർക്കുക. ഒരു ചെറിയൊരു കഷ്ണം പട്ട ഇട്ട് കൊടുക്കുക. ഒരു 4 ഏലക്കയും ഒരു ചെറിയൊരു ഗ്രാമ്പും ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ടത് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കുക. ആ സമയത്ത് നമുക്ക് ആവശ്യമുള്ള ചിക്കൻ എടുത്തിട്ട് ഒരു പാത്രത്തിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. നമ്മളെ പാത്രത്തിൽ നമ്മൾ എടുത്ത് വെച്ച ചിക്കന് കറക്റ്റായിട്ട് കൊള്ളണം. ഞാനിപ്പോൾ സ്കിന്നോടുള്ള ചിക്കനും അല്ലാത്ത ചിക്കനും എടുത്തിട്ട് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് അപ്പാടുള്ളത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 മാഗി ക്യൂബും നമ്മൾ പൊടിച്ചെടുത്ത മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് തന്നെ ഒരു 1/4 കപ്പ് ഓയിലും കൂടി ഒഴിച്ചിട്ട് നല്ല പോലെ കൈ വെച്ചിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ വേണമെങ്കിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. അതുപോലെ തന്നെ കളറ് വേണമെങ്കിൽ കളറ് ചേർക്കാം. പിന്നെ നിങ്ങൾക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വീണ്ടും ചേർക്കാം കേട്ടോ. മാഗി ക്യൂബിൽ അത്യാവശ്യം ഉപ്പുണ്ടാവും. അപ്പോൾ നമ്മൾ വീണ്ടും ഉപ്പ് ചേർത്താൽ കൂടിപ്പോകാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീരും ഒഴിച്ച് കൊടുക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് വിനീഗറും ചേർക്കാം. ഞാനിപ്പോൾ ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇതിലേക്ക് വേറെ മസാലകളൊന്നും ഞാൻ ചേർക്കുന്നില്ല. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊന്നും ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. ഇനി നേരെ നമ്മൾ ഗ്യാസിലേക്ക് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് മൂടി വെക്കുക കേട്ടോ. മൂടി വെക്കാണ്ടും വെക്കാം, മൂടി വെച്ചാലും പ്രശ്നമില്ല. ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് ഒരു ഭാഗം നല്ലപോലെ ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ അത് നേരെ ഇപ്പുറത്തെ സൈഡിലേക്ക് മറിച്ചിട്ട് ആ ഭാഗം നല്ലോണം ഒന്ന് മൊരിച്ചെടുക്കട്ടോ. 2 സൈഡും നല്ല പോലെ മൊരിഞ്ഞ് കിട്ടിയാലുണ്ടല്ലോ നമ്മൾ പിന്നെ അത് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കുക. ചിക്കന് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും കേട്ടോ. കുക്കാകാത്ത ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഞാനിപ്പോൾ 1 കിലോ റൈസിന് 1 കിലോ ചിക്കൻ തന്നെയായിട്ട് എടുത്തത്. കറക്റ്റ് അളവാണ് ഞാൻ പറയുന്നത്. ഇനി നമുക്ക് റൈസിനുള്ള പരിപാടികൾ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ സെല്ല ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. സെല്ല ബസ്മതി റൈസ് ഒന്നും മറ്റും നമുക്ക് കിട്ടും. അതുപോലെ തന്നെ എക്സ്ട്രാ ലോങ് റൈസ് ഒന്നും മറ്റൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് എടുക്കാം. നാട്ടിലുള്ളവരാണെങ്കിൽ സെല്ല ബസ്മതി ഗോൾഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടും കേട്ടോ. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് കൂടുതലായിട്ട് വെള്ളം വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പ് കൂടുതലായിട്ട് ഇടട്ടെ. നമ്മൾ ഊറ്റിയെടുക്കുന്നുണ്ട് തന്നെ ഉപ്പ് കുറച്ച് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു ഉണക്ക നാരങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മാഗി ക്യൂബും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇത് ഞാൻ ആദ്യം പൊടിച്ച് വെച്ച മസാല ഉണ്ടല്ലോ, അതിലൊന്ന് ബാക്കിയുള്ളതാ. അത് ഞാൻ കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മുഴുവനായിട്ട് ചിക്കനിലേക്ക് തന്നെ ചേർത്ത് കൊടുത്താലും ഒരു കുഴപ്പമില്ല. ഞാൻ കുറച്ച് ബാക്കി വെച്ചിട്ട് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിരുന്നത് മാത്രമേ ഉള്ളൂ. വെള്ളം നല്ല പോലെ തിളച്ച് വരുമ്പോൾ നമ്മൾ കഴുകി മാറ്റി വെച്ച റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരി ഞാൻ കഴുകി വെച്ചിട്ടൊന്നുമില്ല. നമ്മൾ ഡയറക്റ്റ് തന്നെ കഴുകിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന. എന്നിട്ട് നല്ല പോലെ ഒന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്കത് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നല്ല പോലെ കുക്കായിട്ട് കിട്ടും. ഒരു 70% മാത്രം കുക്ക് ചെയ്തിട്ട് കിട്ടിയാൽ മതി നമുക്ക് റൈസ്. നമ്മൾ ചിക്കൻ ഇവിടെ കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മൾ 2 സൈഡും നല്ല പോലെ ഒന്ന് മൊരിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഉള്ളൊക്കെ നല്ല പോലെ ഒന്ന് കുക്കായിട്ടും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് റൈസ് ഒന്ന് കുക്കായി വന്നാൽ ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കണം. ഇതിൽ നിന്ന് എടുത്ത് മാറ്റുന്നൊന്നും ഇല്ല കേട്ടോ. റൈസ് നല്ല പോലെ ഇത് 70% കുക്കായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതുപോലെ ഊറ്റുന്നൊരു കയ്യിലെടുത്തിട്ട് ഓരോ പ്രാവശ്യമായിട്ടും ഇങ്ങനെ ഇതിൽ തന്നെ ഊറ്റി എടുത്തിട്ട് നമ്മൾ ഈ ഡയറക്റ്റായിട്ട് തന്നെ ഈ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഞാനിപ്പോൾ റൈസിൻ്റെ മാത്രം തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ചിക്കൻ്റെ ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ. ഇതിൽ തന്നെ നമ്മൾ ദമ്മിട്ട് എടുക്കുക ചെയ്യുന്നത്. ഓരോ പ്രാവശ്യമായിട്ട് ഞാൻ ഊറ്റിയിട്ട് ഈ ചിക്കൻ്റെ മേലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഫസ്റ്റ് ഇടുന്നത് എൻ്റെ അടുത്ത് റെക്കോർഡ് മിസ്സായിപ്പോയി, അതുകൊണ്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ചിക്കനിന് ആദ്യം തന്നെ കുറച്ച് ഓയിൽ വേണമെങ്കിൽ മാറ്റി വെക്കട്ടെ. എന്നിട്ട് ഇതിൻ്റെ മേലെ ഒഴിച്ച് കൊടുത്താലും പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഡയറക്റ്റ് തന്നെ ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് വയ്യ മിക്സാക്കി എടുക്കുന്ന. നമ്മൾ ദമ്മൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മിക്സാക്കി എടുക്കാനാണ് പ്ലാന്. അപ്പോൾ ഞാൻ റൈസ് മുഴുവനായിട്ടും ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇതിൻ്റെ മേലേക്ക് നമുക്ക് കുറച്ച് പാലിൽ മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് ഒരു ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞ കളർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി പാലിലേക്ക് കലക്കിയിട്ട് ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ നടുവിൽ ഒരു ചെറിയൊരു സ്റ്റീലിൻ്റെ പാത്രം വെച്ചിട്ട് അതിലേക്ക് നല്ല പോലെ ഒന്ന് ചൂടാക്കിയ കണൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കണലോ ചാർക്കോളോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കുക. അതിൻ്റെ മേലേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് സ്മോക്ക് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. നല്ല അടച്ചുറപ്പുള്ള ഒരു മൂടി തന്നെ ഇടുക. അതുപോലെ തന്നെ മൂടിക്ക് ഓട്ട ഉണ്ടെങ്കിൽ ചെറിയൊരു പേപ്പറൊക്കെ വെച്ചിട്ട് അടച്ചു കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകൊക്കെ കുത്തി കൊടുക്കുക കേട്ടോ. അല്ലാണ്ട് പ്ലെയിൻ ആയിട്ടും ചെയ്യാം. ഞാനിപ്പോൾ ഒരു 10 മിനിറ്റ് മാത്രമേ വെച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ കൂടുതൽ സമയം വെക്കാം.
ദമ്മിട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ ദമ്മിട്ട് എടുക്കുന്നത് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് ദമ്മായി കിട്ടും. നല്ല പോലെ പുക പുറത്ത് പോവാണ്ട് നമ്മൾ ശ്രദ്ധിക്കുക, നല്ല അടച്ചുറപ്പുള്ള മൂടി തന്നെ വെക്കുക. ഇനിയിപ്പോൾ ഞാനൊരു 10 മിനിറ്റിന് ശേഷം ഇത് തുറന്ന് നോക്കിയിട്ട് ഇതിലേക്കുള്ള റൈസും ചിക്കനും വേറെ വേറെ ആക്കുന്നുണ്ട് കേട്ടോ. റൈസ് വേറെ പാത്രത്തിൽ ഇടുന്നുണ്ട്, ചിക്കൻ വേറെ പാത്രത്തിൽ ഇടുന്നുണ്ട്, അടിഭാഗത്തുള്ള ഓയിലും മൊത്തത്തിലുള്ള റൈസും നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ അരമണിക്കൂറിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ചിക്കൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി റെസിപ്പി കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ അധികം മന്തി മസാലയോ കാര്യങ്ങളോ ഒന്നും ചേർത്തിനില്ല, കളറുകളോ ഒന്നും ചേർക്കാണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തത്. അരമണിക്കൂർ മാത്രം മതി ഉണ്ടാക്കിയെടുക്കാൻ. ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് പോലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അതുപോലെ തന്നെ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.